ദാ കുയിലിന്റെയും കാക്കയുടെയും കഥ. നിന്നെ പോലെ കറമ്പുകളായി ഞങ്ങൾ ജനിക്കാറില്ല. അവൾ പാട്ടുകാരിയാണെങ്കിലും അഹങ്കാരിയാ. നീ വിഷമിക്കണ്ട കേട്ടോ. സാരമില്ല, അവളുടെ അറിവില്ലായ്മ കൊണ്ടല്ലേ. പിന്നെ നീ മറന്നിട്ടില്ലല്ലോ, എന്റെ മകളുടെ കല്യാണമാണ് മറ്റന്നാൾ. കെട്ടിയോനെയും കുട്ടികളെയും കൂട്ടി നേരത്തെ തന്നെ അങ്ങ് വന്നേക്കണം. അത് പിന്നെ പറയാനുണ്ടോ, ഞങ്ങൾ തലേ ദിവസം തന്നെ എത്തിയിരിക്കും. അതിരിക്കട്ടെ, ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി? പറച്ചിലൊക്കെ കഴിഞ്ഞോ? ഓ, നാട്ടിലെല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോ പിന്നെ കെങ്കേമമാവും അല്ലേ? പിന്നല്ലാതെ. അപ്പം മറ്റന്നാൾ കാണാം. എനിക്ക് ഒത്തിരി പണിയുണ്ട്. പോട്ടെ. ശരി ശരി. അപ്പോ നീ പോയില്ലേ? നിനക്ക് പാട്ടും പാടി കറങ്ങി നടന്നാ മതിയല്ലോ. വീട്ടുകാര്യങ്ങളൊന്നും ചിന്തിക്കേ വേണ്ടല്ലോ. അത് ഞങ്ങൾ അവളുടെ മകളുടെ കല്യാണ കാര്യം സംസാരിക്കുകയായിരുന്നു. മറ്റന്നാളാണല്ലോ കല്യാണം. നീ വരില്ലേ? നിന്നോട് പറഞ്ഞിട്ടില്ലേ? നിനക്ക് അഹങ്കാരം കുറച്ച് കൂടുതലാ. നിനക്ക് അവളെ ആവശ്യം വരും, നോക്കിക്കോ. എന്താ കുയിൽപ്പെണ്ണേ നീ കരഞ്ഞിരിക്കുന്നത്? ഇന്നെന്താ പാട്ടൊന്നുമില്ലേ? വെറുതെ ഒന്നുമല്ല, നിനക്കെന്തോ സങ്കടമുണ്ട്. നിന്നെ ഞാൻ സഹായിക്കാം. നീ കാര്യം പറയൂ. പറഞ്ഞോളൂ. എനിക്ക് മുട്ടയിടാൻ കാലമായി. അതിനെനിക്കൊരു കൂടില്ല. എനിക്ക് അടയിരിക്കാനും മുട്ട വിരിയിക്കാനും ഒന്നും അറിയില്ല. ജന്മനാ ഞങ്ങളത് അറിയാത്തവരാ. ഓ, അതാണോ കാര്യം? എന്നിട്ട് നീ ആരോടെങ്കിലും കൂടെ അന്വേഷിച്ചോ? അന്വേഷിച്ചു. തത്തയോടും മൈനയോടും മരക്കൊത്തിയോടും ഒക്കെ അന്വേഷിച്ചു. ആരും തന്നില്ല. നീ കരയാതെ പെണ്ണേ, ഞാൻ നിന്നെ സഹായിക്കാം. നീ സമയമാകുമ്പോൾ എന്റെ കൂട്ടിൽ വന്ന് മുട്ടയിട്ടോ. മുട്ടകൾക്ക് ഒരു കേടും പറ്റാതെ ഞാൻ നോക്കിക്കൊള്ളാം. അടയിരുന്ന് വിരിയുകയും ചെയ്യാം. എന്താ പോരെ? മതി മതി, എനിക്ക് സന്തോഷമായി. ഇനി ഞാൻ പോട്ടെ കാക്കപ്പെണ്ണേ. ഓ, ശരി ശരി. പിന്നെ ഒരു കാര്യം, നിനക്ക് എന്റെ വീട് പരിചയം കാണില്ല. കാരണം നീ കല്യാണത്തിനൊന്നും വന്നിട്ടില്ലല്ലോ. ആ കാണുന്ന കുന്നിൻ ചെരുവിലെ വലിയ പ്ലാവിലാണ് എന്റെ കൂട്.
വരുമ്പോൾ ഞാൻ അവർക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കും. കൂട്ടുകാരെ, കഥയുടെ ഗുണപാഠം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മളാരും നിറത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ വഴക്കിടരുത്. എല്ലാവർക്കും എല്ലാവരെയും ആവശ്യം വരും, ശരിയല്ലേ? ഇനി ഒരു പാട്ടാകട്ടെ. ചിറകിട്ടടിച്ചും